ചൂതിൽ തോറ്റ് വനവാസം സ്വീകരിക്കാൻ നിർബന്ധിതരായ പാണ്ഡവന്മാർ പാഞ്ചാലിയുമൊത്ത് വനത്തിലേക്ക് തിരിച്ചു. കുറെ പൗരജനങ്ങളും തങ്ങളോടൊത്ത് യാത്ര തിരിക്കാൻ ഒരുമ്പെട്ടെങ്കിലും അവരുടെ ഭക്ഷണകാര്യം പോലും തനിക്ക് നോക്കാൻ കഴിയില്ല എന്നറിയാവുന്ന യുധിഷ്ഠിരൻ അവരെ തിരിച്ചയക്കുന്നു. അങ്ങനെ അവർ യാത്ര തിരിച്ചതിൻ്റെ അടുത്ത ദിവസം ഇവരോടൊപ്പം ഒരു കൂട്ടം വിപ്രന്മാർ കൂടി വരുന്നു. ഇവരെയും പിന്തിരിച്ച് പറഞ്ഞയക്കാൻ യുധിഷ്ഠിരൻ നോക്കുന്നു. പക്ഷേ അവർ പിന്തിരിയുന്നില്ല. തനിക്ക് അവർക്ക് ഭക്ഷണം നൽകാൻ പോലും കഴിയില്ലല്ലോ എന്നോർത്ത് യുധിഷ്ഠിരൻ തളർന്ന് ദുഃഖിതനാവുന്നു. ബ്രാഹ്മണരുടെ കൂടെ വിദ്വാനായ ശൗനക മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ യുധിഷ്ഠിര, നിന്റെ ദുഃഖത്തിന് കാരണം രാജ്യം നഷ്ടപ്പെട്ടതാണോ? അർത്ഥം നഷ്ടപ്പെട്ടതല്ല, എന്നെ ആശ്രയിച്ച് ഈ വന്നിരിക്കുന്ന ആർക്കും തന്നെ ഭക്ഷണം പോലും കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നോർത്ത ദുഃഖമാണ്, അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട മുനി പറഞ്ഞു, നീ സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തൂ, ഈ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവുന്നതാണ്. അങ്ങനെ യുധിഷ്ഠിരൻ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഉഗ്രമായി തപസ് ചെയ്തതിൻ്റെ ഫലമായി സൂര്യദേവൻ പ്രത്യക്ഷനാവുന്നു. വത്സ, നിന്റെ ഇംഗിതം ഞാൻ അറിയുന്നു. ഇതാ നിനക്കൊരു പാത്രം ഞാൻ തരുന്നു, ഇത് സ്വീകരിക്കുക. ഇതിൽ നിന്ന് ചോറ്, ഫലമൂലങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയ എല്ലാവിധ വിഭവങ്ങളും പാകപ്പെടുത്തി ലഭിക്കുന്നതാണ്. എത്ര എടുത്താലും തീരുകയില്ല. എന്നാൽ ഓരോ ദിവസവും പാഞ്ചാലി ഉണ്ട് പാത്രം കഴുകിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മാത്രമേ ഇതിൽ നിന്ന് വിഭവങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് സൂര്യദേവൻ മറയുകയും ഈ പാത്രം യുധിഷ്ഠിരൻ പാഞ്ചാലിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ അക്ഷയ പാത്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ വിഭവങ്ങൾ ലഭിക്കുകയും യുധിഷ്ഠിരൻ സന്തോഷവാനാവുകയും ചെയ്യുന്നു.